അമ്മായിയമ്മമാരെ കുറ്റം പറയുന്ന മരുമക്കൾ ഒന്നും മറക്കുന്നു. അവരും നാളത്തെ അമ്മായിയമ്മമാരാണെന്ന്. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ക്യാബേജ് കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാനല്ലാട്ട ഉണ്ടാക്കുന്നത് നമ്മുടെ മാളുവാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആരാ മാളു എന്നല്ലേ നമുക്ക് വീഡിയോ ഇട്ട് നോക്കാം. മോളെ മാള് കാബേജ് തോരൻ വെച്ചതാ. ഊർമിള ഇപ്പോ നീ ഉണ്ടാക്കുന്ന ആഹാരമേ കഴിക്കുമെന്നായി. വേഗം ഉണ്ടാക്കിക്കോളൂ. അത് അല്ലെങ്കിൽ വേണ്ട, പായസം വെച്ചതാ. ശരി അമ്മ, പറയാമ്മേ. കണ്ടില്ലേ, അമ്മായിയമ്മ ക്യാബേജ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറയുന്നു. എത്ര എന്താ പറയാ, എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ മറുപടി. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ടാണ് ക്യാബേജ് വാങ്ങിയത്. ഇപ്പൊ പോയി ജോലിയൊക്കെ ചെയ്തു. അസൂയ വേണ്ട, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ. ഇത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ, എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ. അപ്പൊ ക്യാബേജ് കൊണ്ട് പായസം മാത്രമല്ല, മുട്ട കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയും കൂടി നമ്മുടെ മാള് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. മോളെ മാള് ദീപാവലി സ്പെഷ്യൽ അല്ലേ, മുട്ട കൊണ്ട് തീപ്പരി കൊണ്ടുണ്ടാക്കിത്താ. എന്നെ എടുത്തിട്ട് തന്ന് ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണോന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളയത് പറയാനും മരുമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെട്ടു. അപ്പൊ നിങ്ങളും ചിന്തിച്ചു കാണും, അമ്മായിയമ്മ പറയുന്നു, മരുമകൾ അതുപോലെ അനുസരിക്കുന്നു. ഓ, ഇത്ര നല്ല ഒരു മരുമകൾ നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പലവരും ആലോചിച്ചു കാണും. മരുമകളെ അടുക്കളയിലേക്കൊന്ന് വിളിച്ചാൽ അവള് വരത്തില്ലാന്ന്. ഇന്ന് തിന്നാൻ നേരം ആകുമ്പോ കറക്റ്റ് ടൈമിൽ പറന്നെത്തും. പക്ഷെ ഒരു ജോലി ചെയ്യില്ലാന്ന് ചില അമ്മായിയമ്മമാര് പറയും. മരുമക്കൾ പറയും, ഈ തള്ളയ്ക്ക് എപ്പം നോക്കിയാലും തിന്നേണ്ട വിചാരമുള്ളൂ. തിന്നുന്ന കാര്യത്തിൽ തള്ളയ്ക്ക് ഭയങ്കരതാണ്, എന്ത് പറഞ്ഞാലും പണിയെടുപ്പിക്കുന്നുവെന്ന്. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചു കാണാം. ഇങ്ങനെ ഒരു അമ്മായിയമ്മയായിരുന്നെങ്കിൽ എന്ത് തന്നെ ഭാഗ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കാണും. അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടുക. അപ്പൊ നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾക്കും വേണ്ടി നമ്മുടെ കമന്റ് ബോക്സ് വെയിറ്റിംഗിലാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ കമന്റ് ഇടുക. കണ്ട അടുത്തേക്ക് പ്രായമൊന്നും തോന്നില്ല. ചെറുപ്പ എന്താ അമ്മായിയും മരുമോളും തമ്മിൽ പിന്നാരം പൊട്ടിച്ചിരി? ഒന്നുമില്ല. എന്തായാലും വിഷമിക്കണ്ട. ഇവിടെ പറയണ ഞാൻ ഇപ്പോഴും ചെറുപ്പാണെന്ന്. സംഗതി നേരാണെങ്കിലും തുറന്നു പറയുന്നത് കേൾക്കാനൊരു സുഖമുണ്ട്. ചേച്ചുമുണ്ടായിരുന്നു. ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്, അമ്മായിയും മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡി. മോളെ മാള് ദീപാവലി സ്പെഷ്യൽ അല്ലേ, മുട്ട കൊണ്ട് തീപ്പരി കൊണ്ടുണ്ടാക്കിത്താ. മരുമോ കാലം തരമൊക്കെ കണ്ട് നിൽക്കാൻ അറിയാം. അമ്മ ക്യാബേജ് പായസം. നമ്മൾ ഒന്നിച്ച് വരുന്നതും പോണതും അവൾക്ക് പിടിക്കുന്നില്ല. ഭദ്രകാളി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുമെന്ന് കരുതും. പെട്ടെന്ന് കെട്ടിപ്പിടിച്ച സമാധാന സമ്മേളനം ജനങ്ങളെ പറ്റിക്കാൻ. ഈ അമ്മ എത്ര നല്ല അമ്മയാന്ന് മനസ്സിൽ ചിന്തിച്ചതാ. എന്റെ ഭാഗ്യം. സമയം എത്രയായി മോളെ? അറിയത്തില്ലല്ലേ? മരുമകളെ ഉടുപ്പൊരുക്കി കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ എന്താ നാട്ടുകാരെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നത്? അമ്മയെ അറിയത്തില്ലല്ലോ ഞാൻ ചോദിച്ചല്ലേ? സത്യമായിട്ട് അറിയത്തില്ല? എന്നാ അപ്പുറം കൈകൂടെ കിട്ടും. ഈ എന്റെ മോളെ കാണാൻ ഒരുങ്ങിയില്ലെങ്കിൽ അവൾ ദേവസുന്ദരി, ഒരുങ്ങിയാലോ അപ്സരസ്. വലിയ ഇഷ്ടപ്പെട്ട ചേട്ടനില്ലേ? ഉടുത്തൊരുങ്ങിയാ പോലും കാണാൻ കൊള്ളരുതാത്തവരെ കൊണ്ടുവരരുത്. ആളുകൾ അതൊക്കെ പറയും. സമയം ഇപ്പം 5:30. എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ കിട്ടി. അഹങ്കാരം ലവലേശമില്ലാതെ. എന്നാ പിന്നെ ഞങ്ങൾ അറിയട്ടെ. അപ്പൊ പല വീട്ടുകളിലും അമ്മായിമാർ ചിന്തിച്ചാണ്, നമുക്കുണ്ട് ഒരു മരുമകൾ, പിന്നെ നേരം കറക്റ്റായിട്ട് വരും, ഒരു ജോലി ചെയ്യത്തില്ല എന്ന് പറയുന്ന അമ്മായിയമ്മ. ഇവിടെ നേരെ വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇത്രയും നല്ല സ്നേഹമുള്ള മരുമകളും അമ്മായിയമ്മയും ആ വീഡിയോ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. കാരണം ഇതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് ആഗ്രഹിച്ചു കാണാമല്ലോ. ആ ആഗ്രഹം നടക്കട്ടെ. അപ്പൊ നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും സന്തോഷമായി എല്ലാ
വീട്ടുകളിൽ ഇരിക്കട്ടെ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇനി എന്നും ഇരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുമെന്ന് പ്രതീക്ഷകളോടെ മടങ്ങുകയാണ്. ടാറ്റാ, ബൈ ബൈ, സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ.